നമ്മുടെ അടുത്ത ചാപ്റ്റർ. ഓക്കെ, എല്ലാവരും ടേൺ ചെയ്തോളൂ. യൂണിറ്റ് 3. എന്താണ് യൂണിറ്റ് 3യുടെ പേര്? തിയറി ഓഫ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ലേണർ സെൻറ്റേർഡ് ഓൺ ടീച്ചിങ്. തിയറി ഓഫ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ലേണർ സെൻറ്റേർഡ് ഓൺ ടീച്ചിങ്. ഇത് പറയുന്ന സമയത്ത് തന്നെ ക്ലാസ്സിൽ കേട്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, എന്താണ് കൺസ്ട്രക്റ്റിവിസം, എന്താണ് ലേണർ സെൻറ്റർ ടീച്ചിങ്, എന്താണ് ടീച്ചർ സെൻറ്റർ ടീച്ചിങ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് എക്സാമിൽ ഈ ചാപ്റ്ററിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്? ഓക്കെ, നമുക്ക് വളരെ ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ട് ചുരുങ്ങിയ സമയത്ത് ഇത് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ആദ്യം തന്നെ എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന് നിങ്ങൾ അറിയണം. എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന് ആരെങ്കിലും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാട്ടെ, എന്താണ് കൺസ്ട്രക്റ്റിവിസം? ഒന്നും കൂടി ക്ലിയർ ആക്കി പറയൂ. ഓക്കെ, അതന്നെ കൺസ്ട്രക്റ്റിവിസം. ആ ടേമിൽ തന്നെ ഉണ്ട്, കൺസ്ട്രക്ട് ചെയ്യാണ്. എന്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? നോളജ്, അണ്ടർസ്റ്റാൻഡിങ്. വെരി ഗുഡ്, വെരി ഗുഡ്, ഗ്രേറ്റ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന അറിവിനെ നമ്മൾ തന്നെ അതിനെന്ത് ചെയ്യാണ്? കൺസ്ട്രക്റ്റ് ചെയ്യാണ്. നമ്മുടേതായിട്ടുള്ള എക്സ്പെരിമെൻറ്റിലൂടെ നമ്മളേത് തന്നെ അതിനെ മനസ്സിലാക്കി നമ്മുടെ നോളജിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനെയാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. സിംപ്ലി ഇതിനൊരു ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ഏതൊരു കൺസെപ്റ്റ് ആയാലും അതെങ്ങനെ, നമ്മളിപ്പോൾ പറയും കൺസ്ട്രക്റ്റിവിസം എന്താ? സിമ്പിളാണ്. പെഡഗോഗി എന്താണ്? സിമ്പിളാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ നല്ലൊരു ഡെഫിനിഷനിലേക്ക് വരുന്ന സമയത്ത്, ഡിഫൈൻ എന്ന് കൊടുക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ അതിന് കൃത്യമായിട്ട് നല്ല രീതിയിൽ എഴുതാൻ നോക്കണം. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഏത് കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ പോലും അതെങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് കൺസ്ട്രക്റ്റിവിസം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കൺസ്ട്രക്റ്റിവിസം ഈസ് എ ലേണിംഗ് തിയറി. അതൊരു ലേണിംഗ് തിയറിയാണ്. ദാറ്റ് എംഫസൈസസ് that learners actively construct their own understanding and knowledge based on their experience. ഓക്കെ, അതാണ് മെയിൻലി പറയുന്നത്. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ഒരു ലേണിംഗ് തിയറിയാണ്. അവിടെ കൂടുതലും പ്രാധാന്യം എന്താണ്? ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ലേണേഴ്സ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ് ബേസ്ഡ് ഓൺ ദെയർ എക്സ്പീരിയൻസ്. നമ്മളേതായിട്ടുള്ള എക്സ്പീരിയൻസിൽ നമ്മുടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. rather than passively absorbing information. നമ്മുടെ ഇൻഫോർമേഷൻ കേൾക്കുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന അറിവിനെ നമ്മൾ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇതിനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. അപ്പം ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് കൺസ്ട്രക്റ്റിവിസം? വാട്ട് ആർ ദ നാച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസം? അപ്പം നമുക്ക് എന്താ എഴുതാൻ പറ്റാൻ? ഈ ഡെഫിനിഷൻ തന്നെ ഒന്ന് നമുക്ക് സ്പ്ലിറ്റ് ഔട്ട് ചെയ്താലും എഴുതാൻ പറ്റും. എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്? ആക്റ്റീവ് ലേണിംഗ് കൺസ്ട്രക്റ്റിവിസത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നാച്ചുറായിട്ട് നമുക്ക് എഴുതാം. നോളജ് കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. സോഷ്യൽ ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഓരോ കണ്ടെക്സ്റ്റിലൂടെയാണ് നമ്മളത് പഠിക്കുന്നത്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങും അവിടെ നടക്കുന്നുണ്ട്. ഇത് 5ഉം ഇതിന് പുറമെ നിങ്ങളുടേതായ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. ഇതാണ് മെയിനായിട്ടുള്ള കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ നാച്ചർ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളവിടെ ആക്റ്റീവ് ലേണിംഗ് ആണ്. നമ്മൾ തന്നെയാണ് അതിൻ്റെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അവിടെ സോഷ്യൽ ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഓരോ കോണ്ടാക്ട്സിലൂടെയാണ് നമ്മളത് പഠിക്കുന്നത്. അവിടെ പ്രോബ്ലം സോൾവിങ്ങും നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പഠിച്ച് വാട്ട് ഈസ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് വാട്ട് ആർ ദ നാച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ഇനി അടുത്ത ഈ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 തവണ ഞാൻ നോക്കിയ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? നോട്ട് ചെയ്ത് വെച്ചോളൂ. പെഡഗോഗിക്കൽ അപ്രോച്ച് ടു കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പെഡഗോഗിക്കൽ അപ്രോച്ച് എന്താണ്? ഇപ്പം തന്നെ പഠിച്ചോ. ഓക്കെ, മെയിൻലി അത് 5 ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇതും പഠിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 പോയിന്റും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പെഡഗോഗിക്കൽ അപ്രോച്ച്? ഓക്കെ, പഠിച്ചോളാം. ഫസ്റ്റ് വൺ ഈസ് നേരത്തെ പറഞ്ഞത് തന്നെ
ആക്റ്റീവ് ലേണിംഗ്. അതൊരു പെഡഗോഗിക്കൽ അപ്രോച്ചാണ്. ആക്റ്റീവ് ലേണിങ്ങിലൂടെ ഓരോ ആക്ടിവിറ്റീസിലൂടെ ഡിസ്കഷനിലൂടെ അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിലൂടെ നമുക്ക് കൺസ്ട്രക്റ്റിവിസം കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. അടുത്ത അപ്രോച്ചാണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. എന്താണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്? ഇൻക്വയറി മീൻസ് വാട്ട്? സ്റ്റുഡൻസ് ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലോർ സൊല്യൂഷൻ വിത്ത് ടീച്ചർ ഗൈഡിങ് ദ പ്രോസസ്. അവിടെ ടീച്ചർ കുട്ടികളെ ഗൈഡ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസ് എന്താണ് ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അവർ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എന്നിട്ട് നമ്മുടെ ടീച്ചറിൻ്റെ ഗൈഡൻസോടുകൂടി അവർ തന്നെ അതിലേക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പെഡഗോഗിക്കൽ അപ്രോച്ചാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. നമുക്ക് കൂടുതലായിട്ടുള്ള ഇതൊന്നും വേണ്ടല്ലോ. എന്താ? കൊളാബറേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണ്. ഗ്രൂപ്പ് വർക്ക് അവിടെ നമ്മൾ അല്ലെങ്കിൽ പിയർ ഇൻറ്ററാക്ഷൻ, ഷെയർഡ് നോളജ്, ഇതിനൊക്കെ അവിടെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതാണ് അടുത്തൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്കഫോൾഡിങ്. ടീച്ചേഴ്സ് സപ്പോർട്ട് സ്റ്റുഡൻസ് ഇനീഷ്യലി ഗ്രാജുവലി റെഡ്യൂസിങ് ഹെൽപ്പ് ആസ് സ്റ്റുഡൻസ് ഗെയിൻ കോൺഫിഡൻസ്. നമ്മൾ ടീച്ചർ അവിടെ സ്കഫോൾഡറായിട്ട് കുട്ടികൾക്ക് ഒരു സ്കഫോൾഡറായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നമ്മൾ എല്ലാവിധ സപ്പോർട്ടും അവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താക്കണം? എല്ലാം നമ്മുടെ ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്യുന്നു. ഇതിനാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ഈ സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ മതി. സ്കഫോൾഡിങ്. ടീച്ചർ സപ്പോർട്ട് സ്റ്റുഡൻസ് ഇനീഷ്യലി. ടീച്ചർ ആദ്യം സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഗ്രാജുവലി റെഡ്യൂസിങ് ഹെൽപ്പ് ആസ് സ്റ്റുഡൻസ് ഗെയിൻ കോൺഫിഡൻസ്. കുട്ടികൾ അതിനെ പ്രാപ്തരാക്കിയതിന് ശേഷം, കുട്ടികളെ അതിന് കോൺഫിഡൻ്റ് ആക്കിയതിന് ശേഷം മെല്ലെ ടീച്ചറുടെ ഇൻ്റർഫിയറൻസ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നു. അടുത്തൊരു അപ്രോച്ചാണ് കോണ്ടെക്സ്ച്വൽ ലേണിംഗ്. നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് എന്താണ്? കൺസ്ട്രക്റ്റിവിസം തിയറി അനുസരിച്ചിട്ട് കുട്ടികളെ ഓരോ കൺസെപ്റ്റും പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഓരോ കോണ്ടെക്സ്റ്റിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഓരോ കൺസെപ്റ്റും കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അടുത്തൊരു അപ്രോച്ചാണ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, തന്നെ സ്റ്റുഡൻസിന് റിയൽ വേൾഡ് പ്രോബ്ലംസിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഓരോ കൺസെപ്റ്റും റിയൽ ലൈഫിൽ വരുന്ന സമയത്ത് അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം, അതിനെയാണ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. അവിടെ റിയൽ വേൾഡ് പ്രോബ്ലംസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ആ പഠിച്ച കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുന്നു. പെഡഗോഗിക്കൽ അപ്രോച്ച് ടു കൺസ്ട്രക്റ്റിവിസം. അടുത്തതാണ് റിഫ്ലക്ഷൻ. എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇന്നലെ പറഞ്ഞത് എൻകറേജ് സ്റ്റുഡൻസ് ടു റിഫ്ലക്ട് ഓൺ ദെയർ ലേണിംഗ് ആൻഡ് സ്ട്രാറ്റജീസ്. അവർ പഠിച്ച കാര്യങ്ങൾ അവരെ റിഫ്ലക്ട് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നു, അത് അപ്ലൈ ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നു. അടുത്തതാണ് ഒതൻറ്റിക് അസസ്മെൻറ്റ്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അസസ്മെൻറ്റ് ആർ ബേസ്ഡ് ഓൺ റിയൽ വേൾഡ് ടാസ്ക് പ്രൊമോട്ടിംഗ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് കുട്ടികൾക്ക് കൃത്യമായി മനസ്സിലായോ എന്നുള്ള അസസ്മെൻറ്റ് അവിടെ നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ പെഡഗോഗിക്കൽ അപ്രോച്ച് ടു കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2022 തോന്നുന്നു, 2022 വന്നൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഓൾ ആർ ദ പെഡഗോഗിക്കൽ അപ്രോച്ച് ടു കൺസ്ട്രക്റ്റിവിസം. ഇപ്പം തന്നെ നമ്മൾ പഠിച്ച് ഒന്ന് പറഞ്ഞു നോക്കിയാൽ ആക്റ്റീവ് ലേണിംഗ്, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, സ്കഫോൾഡിംഗ്, കോണ്ടെക്സ്ച്വൽ ലേണിംഗ്, പ്രോബ്ലം സോൾവ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, റിഫ്ലക്ഷൻ, ഒതൻറ്റിക് അസസ്മെൻറ്റ്. ഓക്കെ, ഇതിൽ 5 എണ്ണെങ്കിലും മറന്നു പോവാതെ പഠിക്കാം. മെയിൻ ഫസ്റ്റത്തെ 5 എണ്ണെങ്കിലും അത് മറന്നു പോവാൻ പാടില്ല. ഇതിൽ നമുക്ക് അറിയാത്തതായിട്ടുള്ള ഒരു ടേമും ഇല്ല. അതുകൊണ്ട് തന്നെ എലാബറേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആയിരിക്കില്ല. ബട്ട് ഈ പോയിൻ്റ് ഓർത്ത് വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസ്ട്രക്റ്റിവിസം നാച്ചർ നമ്മൾ പഠിച്ച്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പെഡഗോഗിക്കൽ അപ്രോച്ച് ടു കൺസ്ട്രക്റ്റിവിസം. അപ്പം അതും നമുക്ക് കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ട്രഡീഷണൽ ക്ലാസ് റൂമും കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവുമല്ലോ. ഓക്കെ, എന്താണ് ട്രഡീഷണൽ ക്ലാസ് റൂമും കൺസ്ട്രക്റ്റീവ്? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട്, പണ്ടത്തെ പോലെ ട്രഡീഷണൽ ക്ലാസ് റൂം അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമാണ്. അപ്പം എന്തായിരുന്നു പണ്ടത്തെ ക്ലാസ് റൂം, എങ്ങനെയായിരുന്നു പണ്ടത്തെ ക്ലാസ് റൂം, അതിന് നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് ട്രഡീഷണൽ ക്ലാസ് റൂമായിട്ട് നിങ്ങൾക്ക് എഴുതാം. എന്താണ് അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നുമില്ല, ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറയുമ്പം എന്താണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക്, അങ്ങനെ ഒരു ലൈക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കരിക്കുലം ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നത്. അവിടെ കൂടുതലും ഇൻസ്ട്രക്ടർ കൊടുക്കുന്നു, സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗിവ് ചെയ്യുന്നു, സ്റ്റുഡൻസ് റിസീവ് ചെയ്യുന്നു. ആ ഒരു ഫോമാറ്റാണ് അവിടെ കൂടുതലും നൽകുന്നത്. അപ്പം അസസ്മെൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മളെ പണ്ട് കാലങ്ങളിലുള്ള പോലെ തന്നെ മെയിൻലി ടെസ്റ്റിംഗ്, കറക്റ്റ് ആൻസർ, എക്സാം, ഇങ്ങനെയുള്ള തരത്തിലാണ് പണ്ട് ട്രഡീഷണൽ
ട്രഡീഷണൽ ക്ലാസ് റൂമിലൊക്കെ നമ്മുടെ പണ്ടത്തെ ടിപ്പിക്കൽ ക്ലാസ് റൂം എന്താണ്, അതാണ് ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ക്ലാസ് റൂം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ക്ലാസ് റൂം ഏതാണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ഒന്നുമില്ല, നമ്മൾ അവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസ്ട്രക്റ്റിവിസം എന്താണ്, അതെങ്ങനെയാണ് ഒരു ക്ലാസ് റൂം ആയാൽ ഉണ്ടാവുക. നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കരിക്കുലത്തിലോ ഒതുങ്ങിക്കൂടുന്നതല്ല. അവിടെ സ്റ്റുഡൻറ്റ് വെറും പാസീവായിട്ടുള്ള ലിസണർ മാത്രമല്ല, അവിടെ ഒരു ആക്റ്റീവായിട്ടുള്ള ലേണിംഗ് നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ട്. കുട്ടികളുമായിട്ട് നല്ലൊരു ഇൻറ്ററാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അസസ്മെൻറ്റ് വെറും ക്വിസിലൂടെയോ അല്ലെങ്കിൽ ടെസ്റ്റിലൂടെയോ കറക്റ്റ് ആൻസറിലൂടെയോ മാത്രമല്ല നടക്കുന്നത്. കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റ്, അതായത് ഒബ്സർവേഷൻ, അവരുടെ ടെസ്റ്റ്, പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ്, ഇങ്ങനെ ഒരു റിയൽ ലൈഫിലേക്കാണ്, റിയൽ ലൈഫ് പ്രോബ്ലംസ്, അതായത് റിയൽ വേൾഡിലേക്ക് അപ്ലിക്കബിൾ ആകുന്ന രീതിയിലാണ് കൺസ്ട്രക്റ്റീവ്സ് ക്ലാസ് റൂമിലുള്ള പഠനങ്ങൾ നടക്കുന്നത്. അത് ജസ്റ്റ് ട്രഡീഷണൽ ക്ലാസ് റൂമും കൺസ്ട്രക്റ്റീവ്സ് ക്ലാസ് റൂമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരുന്നത് ടീച്ചേഴ്സ് റോൾ ഇൻ എ ലേണർ സെൻറ്റർഡ് ക്ലാസ് റൂം. എന്താണ് ലേണർ സെൻറ്റർഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്? ഈ കൺസ്ട്രക്റ്റീവ്സ് ക്ലാസ് റൂമിനെ തന്നെയാണ് ലേണർ സെൻറ്റർഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ക്ലാസ് റൂമിനെ നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കുകയാണെങ്കിൽ, ഒന്ന് ടീച്ചർ സെൻറ്റർഡ് എന്നും പറയാം, ഒന്ന് ലേണർ സെൻറ്റർഡ് എന്നും പറയാം. ടീച്ചർ സെൻറ്റർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മെയിൻ കേന്ദ്രം അല്ലെങ്കിൽ മെയിൻ പ്രാധാന്യം റോള് വഹിക്കുന്നത് ടീച്ചറായിരിക്കും. എന്നാൽ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലേണർ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ആക്റ്റീവ് റോൾ ആരൊക്കെയായിരിക്കും? സ്റ്റുഡൻറ്റിനായിരിക്കും. അപ്പോൾ സിമ്പിൾ. അപ്പം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ടീച്ചേഴ്സ് റോൾ ഇൻ എ ലേണർ സെൻറ്റേർഡ് ക്ലാസ് റൂം, അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ടീച്ചേഴ്സ് റോൾ ഇൻ എ കൺസ്ട്രക്റ്റീവ്സ് ക്ലാസ് റൂം. അപ്പം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ടീച്ചേഴ്സ് റോൾ ഇൻ എ കൺസ്ട്രക്റ്റീവ്സ് ക്ലാസ് റൂം അല്ലെങ്കിൽ ടീച്ചേഴ്സ് റോൾ ഇൻ എ ലേണർ സെൻറ്റേർഡ് ക്ലാസ് റൂം. അപ്പം നമുക്ക് എഴുതാൻ പറ്റണം, ടീച്ചേഴ്സ് റോൾ ഇൻ എ ലേണർ സെൻറ്റേർഡ് ക്ലാസ് റൂം ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഇൻ ദ ട്രഡീഷണൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇൻ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് ദ ടീച്ചർ serves as a facilitator, guide rather than a lecturer. ഒരു ലെക്ചററിനേക്കാളും ഉപരി അവിടെ ഒരു ഗൈഡായിട്ടും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടും, നമ്മൾ ഇന്നലെ പഠിച്ച വൺ വേർഡ് ക്വസ്റ്റ്യൻ, ഇവിടെ ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടും ഒരു ഗൈഡായിട്ടും ഒക്കെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, റാദർ ദാൻ എ ലെക്ചറർ. അപ്പം ഇതിൽ മെയിൻലി ഇൻക്ലൂഡ് ആയിട്ടുള്ള കീ റോൾസ്, നമ്മുടെ ഒരു ലേണർ സെൻറ്റേർഡ് ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിൻ്റെ റോൾസ് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കീ റോൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ പഠിച്ചു, ഇമ്പോർട്ടൻ്റ് ആണെന്ന് എഴുതി വെച്ചോ. ദ ഫസ്റ്റ് വൺ ഈസ് ദ ടീച്ചർ ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ. എന്താണ് ഫെസിലിറ്റേറ്റർ എന്നറിയാലോ? ഒന്നുമില്ല, ദ ടീച്ചർ ഹാഡ്സ് ക്രിയേറ്റ് എ സപ്പോർട്ടിംഗ് ലേണിംഗ് എൻവിറോൺമെൻറ്റ് വെർ സ്റ്റുഡൻസ് ഫീൽ കംഫർട്ടബിൾ ടു എക്സ്പ്ലോർ, ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് ടേക്ക് റിസ്ക്. എല്ലാ കാര്യത്തിനും ഒരു ടീച്ചർ എന്ന ഒരു ഗൈഡായിട്ടും നമ്മുടെ റിസോഴ്സസ് ആക്സസിബിൾ ആയിട്ട് ചെയ്യാനുള്ള, കുട്ടികളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സപ്പോർട്ടിംഗ് ലേണിംഗ് എൻവിറോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, കുട്ടികൾക്ക് ഒരു കംഫർട്ടബിൾ പ്ലേസ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന, കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിക്കാനും അതിനെല്ലാ തരത്തിലുള്ള റിസ്ക് ഏറ്റെടുത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും എല്ലാ തരത്തിലുമുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരാൾ, അതാണ് ഒരു ടീച്ചർ ലേണർ സെൻറ്റേർഡ് ക്ലാസ് റൂമിൽ ഒരു ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ഗൈഡ് എന്ന് പറയുന്നത്. ഗൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദ ടീച്ചർ ഡയറക്റ്റ് സ്റ്റുഡൻസ് അറ്റൻഷൻ ടു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഓരോ കൺസെപ്റ്റിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളോ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു, ടീച്ചർ ഗൈഡ് ചെയ്യുന്നു. പിന്നെന്താ പറയുന്നത്? സ്കെഫോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ കുട്ടികൾക്ക് എല്ലാവിധ സംശയങ്ങളും എല്ലാവിധ സപ്പോർട്ടും നൽകുന്നു. ദ ടീച്ചർ പ്രൊവൈഡ്സ് ടെമ്പററി സപ്പോർട്ട് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് കംപ്ലീറ്റ്ലി. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞത്, കുട്ടികളെ കോൺഫിഡൻ്റ് ആയതിനു ശേഷം, കുട്ടികളെ അതിന് കോമ്പറ്റൻ്റ് ആക്കിയതിനു ശേഷം ടീച്ചർ മെല്ലെ അവിടെ ഗ്രാജുവലി റിമൂവ് ചെയ്യുന്നു. ടീച്ചർ ആക്ട് ആസ് എ സ്കഫോൾഡർ. ദെൻ ടീച്ചർ ആക്ട് ആസ് എ ഒബ്സർവർ ആൻഡ് അസസർ. അവിടെ ടീച്ചർ ഒരു ഒബ്സർവർ അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന ലേണിങ്ങിനെ അസസ് ചെയ്യുന്നു, അസസറാണ്. അതുപോലെ തന്നെ ടീച്ചർ ആക്ട് ആസ് എ മോട്ടിവേറ്റർ. നമ്മുടെ കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് എൻഗേജിങ് ക്ലാസ് റൂം നമ്മൾ ടീച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. കുട്ടികളെ പഠനത്തിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ടീച്ചർ ആക്ട് ആസ് എ മോട്ടിവേറ്റർ. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, ടീച്ചേഴ്സ് റോൾ ഇൻ എ ലേണർ സെൻറ്റേർഡ് ക്ലാസ് റൂം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പഠിച്ച് ഫെസിലിറ്റേറ്റർ, ഗൈഡ്, സ്കാഫോൾഡർ, ഒബ്സർവർ ഓർ അസസർ, അല്ലെങ്കിൽ ദെൻ നെക്സ്റ്റ് മോട്ടിവേറ്റർ. 5 പോയിൻറ്റ്സ്. ക്ലിയർ ആണ്? 5 മാർക്ക് കിട്ടി. ഓക്കെ,
നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലേണർ സെൻറ്റർഡ് ആൻഡ് ടീച്ചർ സെൻറ്റർഡ് ടീച്ചിങ്. ഇത് കമ്പാരിസൺ ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് മാത്രം പറയാനും ചോദിക്കാം. അപ്പം ഈ ടീച്ചർ സെൻറ്റർഡ് ടീച്ചിങ്ങും ലേണർ സെൻറ്റർഡ് ടീച്ചിങ്ങും എന്താണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. പറ്റൂലേ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒരു ലേണർ സെൻറ്റർഡ് ടീച്ചിങ് ആണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തായിരിക്കും? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് എഴുതിക്കൂടെ? എന്തായിരിക്കും? അവിടെ സ്റ്റുഡൻറ്റ് ഭയങ്കര ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും, അവിടെ നല്ലൊരു കൊളാബറേറ്റിംഗ് ചെയ്ത് പഠിക്കും, അവിടെ സെൽഫ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ലേണർ ഉണ്ടാവും, അവരുടെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ പ്രോബ്ലം സോൾവിങ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ ഒരു ക്രിറ്റിക്കൽ തിങ്കർ, അങ്ങനെയുള്ള എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഒരു ലേണർ സെൻറ്റർ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു ക്ലാസ് റൂം ലേണർ സെൻറ്റർ ക്ലാസ് റൂം ആയാൽ അവിടെ ഉള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെ അത് എഴുതാം. ഇനി നെക്സ്റ്റ് ലേണർ സെൻറ്റർ ടീച്ചിങ്ങിലാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? ലേണർ സെൻറ്റർ ക്ലാസ് റൂമിൻ്റെ അഡ്വാൻറ്റേജാണ്. എന്നാൽ ലേണർ സെൻറ്റർ ടീച്ചിങ് വരുന്ന സമയത്ത് അതെന്താണ് അഡ്വാൻറ്റേജ്? നമ്മൾ അവിടെ ടീച്ചിങ്ങിൽ വരുന്ന സമയത്ത് സെയിം കാര്യം തന്നെ. ടീച്ചിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുന്നു, കുട്ടികളുടെ ക്രിറ്റിക്കൽ തിങ്കിങ് ഫോസ്റ്റർ ചെയ്യുന്നു, കുട്ടികളുടെ ഇൻഡിവിജ്വൽ ലേണിംഗ് സ്റ്റൈലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, കുട്ടികളുടെ സ്റ്റുഡൻറ്റ് ഓട്ടോണമിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, കുട്ടികൾക്ക് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, കൊളാബറേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, അവർക്കൊരു റിഫ്ലക്റ്റീവ് ലേണിംഗ് എൻകറേജ് ചെയ്യുന്നു. ഇതാണ് ലേണർ സെൻറ്റർ ടീച്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഒന്നുമില്ല, ലേണർ സെൻറ്റേഡിൽ അഡ്വാൻറ്റേജും ലേണർ സെൻറ്റർ ടീച്ചിങ്ങിലെ അഡ്വാൻറ്റേജും സിമ്പിളാണ്. ഓക്കെ, പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പം അടുത്തത് ടീച്ചർ സെൻറ്റർ ടീച്ചിങ്ങിനും നമുക്ക് എന്തുണ്ട്? കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അങ്ങനെ എല്ലാ സമയത്തും എന്താണ് ലേണർ സെൻറ്റർ ടീച്ചിങ് എന്ന് പറയുന്നത് പ്രാക്ടിക്കബിൾ അല്ല. ഒരു ഹയർ ലെവലിലോ അല്ലെങ്കിൽ ഒരു റിസർച്ച് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് കൂടുതൽ ചില കാര്യങ്ങളിൽ നമുക്ക് ടീച്ചർ സെൻറ്റർ ടീച്ചിങ് അനിവാര്യമാണ്. അതിനും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ബിക്കോസ് ആ സമയത്ത് ചില കൺസെപ്റ്റിനെ കുറിച്ച് നമുക്കൊരു ക്ലിയർ സ്ട്രക്ചർ കൊടുക്കാൻ പറ്റും, ഒരു കൃത്യമായിട്ടുള്ള ഒരു എഫിഷ്യൻറ്റ് കണ്ടൻറ് ഡെലിവറി അവിടെ നടക്കും. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ഈസി ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ആയിരിക്കും. നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അവിടെ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ലേണിംഗ് നടക്കും. സ്റ്റാൻഡേർഡൈസ്ഡ് ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറച്ചും കൂടി അപ്പർ ലെവലിൽ വരുന്ന സമയത്ത്, ഹയർ ക്ലാസ് ലൈക്ക് കുറച്ചും കൂടിയും ഹയർ എഡ്യൂക്കേഷനിൽ വരുന്ന സമയത്താണ്. ദെൻ സ്യൂട്ടബിൾ ഫോർ ലാർജ് ക്ലാസ്, ഒരു വലിയ ക്ലാസ്സുകളിലാണെങ്കിൽ ഈ ലേണർ സെൻറ്റർ ടീച്ചിങ് നമുക്ക് പ്രാക്ടിക്കബിൾ അല്ല, അവിടെ ടീച്ചർ സെൻറ്റർ ടീച്ചിങ് നടക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ടും എഴുതാം. ഇനി ചാലഞ്ചസ് ഇംപ്ലിമെൻറ്റിങ് കൺസ്ട്രക്റ്റിവിസം നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ ലേണർ സെൻറ്റർ ടീച്ചിങ് കേൾക്കാൻ സുഖകരമാണെങ്കിലും അതിന് കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റൂലേ? കാരണം എന്താ? ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. നമ്മുടെ വലിയ ക്ലാസ് റൂം മാനേജ് ചെയ്യാമെന്ന് പറയുന്നത് അവിടെ ടാസ്ക്കായി മാറും. ഈ അസസ്മെൻറ്റ്, ഓരോ കുട്ടികളെയും അസസ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നതും അവിടെ കുറച്ച് ചലഞ്ചിങ് ആണ്. പിന്നെ എല്ലാ ടീച്ചേഴ്സിനും ഈ ലേണർ സെൻറ്റർ ടീച്ചിങ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് ടീച്ചേഴ്സിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഇത് ഒരു ചലഞ്ചാണ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പം നമുക്കിതിൽ എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചർ സെൻറ്റർ ടീച്ചിങ് ആൻഡ് ലേണർ സെൻറ്റർ ടീച്ചിങ് വന്നാൽ എഴുതാൻ പറ്റുമല്ലോ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലേണർ സെൻറ്റർ ടീച്ചിങ് ആൻഡ് ലേണർ സെൻറ്റർ ക്ലാസ് റൂം എഴുതാൻ പറ്റുമല്ലോ. പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് പെഡഗോഗിക്കൽ അപ്രോച്ച് ടു കൺസ്ട്രക്റ്റിവിസം. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് കൺസ്ട്രക്റ്റീവ്സ് ക്ലാസ് റൂം അല്ലെങ്കിൽ ലേണർ സെൻറ്റർ ടീച്ചിങ്ങിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ലേണർ സെൻറ്റർ ലേണിങ്ങിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ റോൾ, ഗൈഡ്, ഫെസിലിറ്റേറ്റർ, സ്കാഫോൾഡർ, മോട്ടിവേറ്റർ, ഒബ്സർവർ, അസസ്സർ. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിൽ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഞാൻ വളരെ നമ്മൾ ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം സിമ്പിൾ പോയിൻറ്റ്സിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റിലുണ്ട് ടീച്ചർ സെൻറ്റർഡ് ലേണിങ്ങും ലേണർ സെൻറ്റർഡ് ടീച്ചിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ മാർക്ക് ചെയ്തോ. ലേണർ സെൻറ്റർഡ് ലേണിങ്ങും ലേണർ സെൻറ്റർഡ് ടീച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ ടീച്ചർ സെൻറ്റർഡ് ലേണിങ്ങും ലേണർ സെൻറ്റർഡ് ടീച്ചിങ്ങും തമ്മിലുള്ള ആ ഒരു രണ്ടിൻ്റെയും ഡിഫറൻസ് കമ്പാരിസൺ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം.
ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്കിയാൽ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കൺസ്ട്രക്റ്റിവിസം എഴുതാൻ പറ്റും, നാച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസം എഴുതാൻ പറ്റും, പെഡഗോഗിക്കൽ അപ്രോച്ച് 5 മാർക്ക് എഴുതാൻ പറ്റും, ലേണർ സെൻറ്റർ ടീച്ചിങ് എന്താണ്, ലേണർ സെൻറ്റർ ലേണിംഗ് എന്താണ് എഴുതാൻ പറ്റൂലേ, എന്താണ് ഒരു ലേണർ സെൻറ്റർ ടീച്ചിങ്ങിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചർ സെൻറ്റേർഡ് ടീച്ചിങ്, ലേണർ സെൻറ്റേർഡ് ആൻഡ് ടീച്ചർ സെൻറ്റേർഡ് ടീച്ചിങ്. ഇത് 5ഉമാണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇതിലുള്ള 95% ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ 3rd ചാപ്റ്റർ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ചാപ്റ്റർ, യൂണിറ്റ് 4.